നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കൊയിലാണ്ടിയിലെ കാമ്പട്ടത്തെ എടച്ചംപുറത്ത് എന്ന തറവാട്ടിലാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാർത്തിയിരുന്ന കെട്ടിയാട്ടക്കാരുടെ വീട്ടുമുറ്റത്ത് തിറയാട്ടക്കാലത്തിലെ മികച്ചൊരു കോലധാരിയും അതിനുശേഷം പ്രഗത്ഭനായ കറാട്ട അധ്യാപകനായും ഗായകനായും വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ശ്രീ നിതീഷ് പെരുവണ്ണാൻ SRBTM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. SRBTM ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി വാട്സപ്പ് കൂട്ടായ്മയായ കൂട്ട് എന്നതിലെ പ്രതിഭ കൂട്ട് എന്ന പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SRBTM ഗവൺമെൻറ് കോളേജിൽ പഠിച്ച 1990 മുതൽ 2000 വർഷം വരെ പഠിച്ച ആ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ട് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണിത്. ഈ കൂട്ടിലെ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ആദ്യമായി നമ്മൾ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് നമ്മുടെ തെയ്യം കോലാധികാരിയായ നമ്മുടെ സ്വന്തം നിതീഷ് പെരുവണ്ണാനെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇദ്ദേഹം നമ്മുടെ കൂട്ടിൽ തന്നെയുണ്ട്. കൂട്ടിലെ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. അപ്പോൾ നിതീഷ് SRBTM ഗവൺമെൻറ് കോളേജിൽ പഠിച്ചത് ഏത് വർഷം തൊട്ടായിരുന്നു? ഞാൻ പഠിച്ചത് 1999 to 2001 ബാച്ചിൽ, പ്രീ ഡിഗ്രി ബാച്ചിലാണ്. ഓക്കെ. നമ്മുടെ അവസാന പ്രീ ഡിഗ്രി പഠിച്ചത് ഞങ്ങളാണ് അവിടെ കോളേജിൽ. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ? അതിനുശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞിറങ്ങി ഡിഗ്രിക്ക് കുറച്ച് പോയി, അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോയി, DTP കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതൊക്കെ വിട്ട് കൂടുതലായിട്ട് നമ്മളെ അനുഷ്ഠാന കലയായ തെയ്യത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ മുഴുവൻ സമയവും ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നാലാൾ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഓരോ ക്ഷേത്രങ്ങളിൽ പുതുതായിട്ടുള്ള പരിപാടിക്കൊക്കെ നമ്മളെ വിളിക്കാനുള്ളൊരു കാരണം. നമ്മുടെ മുഴുവൻ സമയവും ഇപ്പോൾ ഈ ഒരു തെയ്യം കലയിൽ തന്നെയാണ്. ഞാൻ അറിഞ്ഞിരിക്കുന്നത് വടക്കേ മലബാറുള്ള പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രങ്ങളിലൊക്കെ താങ്കളുടെ എല്ലാവിധ പ്രവർത്തനത്തിൽ താങ്കൾ മുൻതൂക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എനിക്കറിയാം, എടക്കുളം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ കണ്ണൂർ വരെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം താങ്കളുടെ ഏതെല്ലാം ക്ഷേത്രങ്ങളാണ് താങ്കളിപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കെട്ടിയാടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വെളിയണ്ണൂർ ദേശമാണ്. നമ്മുടെ കാവുംപട്ടം, അതുപോലെ തന്നെ മുത്താമ്പി, ഇങ്ങനെയുള്ളൊരു ബൗണ്ടറി, ആ ഒരു അതിരിലാണ് നമ്മുടെ കെട്ടിയാട്ടങ്ങൾ ആദ്യം നടന്നത്, നമ്മുടെ പൂർവികരൊക്കെ കെട്ടിയത്. പക്ഷേ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ഈ ഒരു തെയ്യത്തിലേക്ക് വന്നതോടുകൂടി ഇപ്പോൾ ക്ഷേത്രക്കാർക്കൊക്കെ നല്ല നല്ല തെയ്യങ്ങൾ വേണം, നല്ല നല്ല പരിപാടികൾ വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കും. അപ്പോൾ നമ്മൾ അതിര് വിട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തെയ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കോഴിക്കോട് മുതൽ കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, താമരശ്ശേരി ആ ഏരിയയിലൊക്കെ നമ്മളിപ്പോൾ തെയ്യം കെട്ടിയാടുന്നുണ്ട്. ക്ഷേത്ര കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ അതിൻ്റേതായ പ്രതിഷ്ഠകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ആ ക്ഷേത്രങ്ങൾ കെട്ടിയാടുന്ന കോലങ്ങൾ അത് ഏത് രീതിയിലാണ് താങ്കൾ അവതരിപ്പിക്കാറുള്ളത്? നമ്മൾ തെയ്യക്കോലങ്ങൾ എന്ന് പൊതുവെ പറയുമ്പോൾ ഓരോ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകൾക്കനുസരിച്ചാണ് തെയ്യക്കോലങ്ങൾ ഉണ്ടാകുക. അതിപ്പോൾ എല്ലാ പ്രതിഷ്ഠയ്ക്കും തെയ്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവിടെ എന്താണോ മൂർത്തി, ആ മൂർത്തിയുടെ കോലാണ് നമ്മൾ കെട്ടേണ്ടത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠകളും വ്യത്യസ്തമായിട്ടുള്ള മൂർത്തികളും ഉള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ക്ഷേത്രങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നോക്കിയാൽ അറിയാം, എല്ലാ ക്ഷേത്രങ്ങളിലും കെട്ടിയാട്ടം ഉണ്ടാവുകയില്ല.
ചില ദേവന് മാത്രമേ കെട്ടിയാട്ടം ഉണ്ടാവും, ചില ദേവന് പൂജകളും അതുപോലെ തന്നെ നിവേദ്യങ്ങളും മാത്രമായിട്ട് വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ഏതാണോ മൂർത്തി അല്ലെങ്കിൽ ഏതാണോ കോലം അതിനനുസരിച്ച് നമുക്ക് കെട്ടാൻ പറ്റും, തെയ്യം കെട്ടിയാടാൻ പറ്റും. ക്ഷേത്രത്തിലെ പല ചടങ്ങുകളും ഓരോരോ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ ചടങ്ങുകളുടെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത്. അതെ. അപ്പോൾ ഓരോരോ ദൈവത്തിൻ്റെയും കെട്ടിയാട്ടങ്ങൾ, അതിൻ്റെ ഈ കോലങ്ങൾ ഇതേ രൂപത്തിലാണ് കോലങ്ങൾ എന്നുള്ളത് മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് വലിയൊരു ചിന്താവിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു ഗുളികൻ ദൈവം ഇല്ലെങ്കിൽ ഒരു ഭഗവതി തറ, ഈ കോലങ്ങൾ നമ്മൾ എങ്ങനെയാണത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടാവും. കാരണം അത് എന്തുകൊണ്ടാണ് ആ കോലത്തിൽ തന്നെ വന്നു കഴിഞ്ഞാലാണ് ഇതൊരു ഗുളികൻ ദൈവമാണ് അല്ലെങ്കിൽ ഇതൊരു ഭഗവതി തറയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ചോദിച്ചത് തെയ്യത്തിന്റെ ആവിർഭാവം എവിടുന്നാന്നുള്ള ചോദ്യമാണ് വന്നത്. അതെ അതെ. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകണം. അല്ല, അതിൽ നമ്മൾ തോറ്റംപാട്ടിൽ തന്നെ അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. വളരെ കാലം മുന്നുള്ള തോറ്റംപാട്ട്, ഇപ്പോൾ ഗുളിയൻ്റെ തോറ്റംപാട്ടുകൾ നമുക്കറിയാം, ഭഗവതി തറയുടെ തോറ്റംപാട്ട് അറിയാം. അതുപോലെ തോറ്റംപാട്ടിൽ ഗുളിയൻ്റെ തന്നെ അല്ലെങ്കിൽ ഭഗവതി തറയുടെ പറയാം, ആരാണ് ഭഗവതി നിന്റെ അച്ഛനാകുന്നു. ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളൊരു ഇതാണ് അതിൽ വരുന്നത്. അപ്പം ഈ ഭഗവതിയുടെ അച്ഛൻ ആരാണ്, അല്ലെങ്കിൽ ഭഗവതി എങ്ങനെ ഉണ്ടായി, എന്താണ് ഭഗവതിയുടെ ആവിർഭാവം എന്നൊക്കെ ഇതാണ്. പിന്നെ കണ്ടാകരൻ്റെ തെയ്യങ്ങൾ സാധാരണ താങ്കൾ കൂടുതൽ കിട്ടിയാടുന്ന പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടാകരൻ എന്ന് പറഞ്ഞാൽ ശിവശക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായും. ശിവൻ്റെ കണ്ടത്തിൽ നിന്ന് പുറപ്പെട്ട ഗംഗ ആ സമയത്ത് എന്താ കാളകൂട വിഷയം അങ്ങനെയുള്ള സമയത്താണ് കണ്ടാകരൻ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതിലാണ് താങ്കൾ കൂടുതലായിട്ട് കിട്ടിയായിരുന്നത്. അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്ത അനുഭവം പറയാനുണ്ടോ? ഇതിലിപ്പോൾ നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നമ്മൾ എങ്ങനെ ഈ തെയ്യം ഉണ്ടായി, എങ്ങനെ ഈ വേഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് ജനങ്ങൾക്കറിയാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ആചാരമാണ് തെയ്യം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കോലത്തിരി രാജാവ് മണക്കാടൻ ഗുരുക്കളെ പരീക്ഷിക്കാൻ വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളെ എനിക്ക് എൻ്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന് കോലത്തിരി രാജാവ് കൽപ്പിച്ചപ്പോൾ മണക്കാടൻ ഗുരുക്കൾ ഒറ്റ രാത്രി കൊണ്ട് 1 തെയ്യങ്ങളെ കോലത്തിരി രാജാവിന് കാണിച്ചു കൊടുത്താണ് മഹാമാന്ത്രികനായ മണക്കാടൻ ഗുരുക്കൾ. അവിടുന്നാണ് തെയ്യത്തിൻ്റെ ഉത്ഭവം. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ദൈവത്തിൻ്റെ രൂപം നേരിട്ട് കാണാനുള്ള ആഗ്രഹം കാരണം മണക്കാടൻ ഗുരുക്കളെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അവിടെ കൊണ്ടുവരികയും എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് 40 തെയ്യങ്ങൾ ഞാൻ ആരാധിക്കുന്ന മൂർത്തികളെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാമാന്ത്രികനായ മണക്കാടൻ ഗുരുക്കൾ ഉണ്ടാക്കി വെച്ച ഒരു കാര്യമാണ് തെയ്യം. നമുക്ക് അടിവരയിട്ട് പറയാം. അവിടുന്നാണ് തെയ്യത്തിന് രൂപങ്ങൾ കിട്ടുന്നത്. തെയ്യത്തിന് അന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന രൂപങ്ങളൊന്നും ആയിരിക്കില്ല. പിന്നെ അത് കൈമാറി വന്ന് ഓരോ വർഷത്തിൽ അത് നല്ല നല്ല കലാകാരന്മാരെടുത്ത് അല്ലെങ്കിൽ നല്ല നല്ല ആളുകളെടുത്ത് കിട്ടുന്നതിനനുസരിച്ച് അയാൾ അതിൽ കൂടുതൽ ഡെഡിക്കേറ്റ് അല്ലെങ്കിൽ അതിലേക്ക് ഇത് ചെയ്ത് എങ്ങനെ നന്നാക്കാം, ഒന്നുകൂടി നന്നാക്കാം, അങ്ങനെ നന്നാക്കി വന്നൊരു കോലമാണ് ഇപ്പോഴത്തെ തെയ്യം. അല്ലാതെ പണ്ട് കാലത്തൊക്കെ തെയ്യമാണ് അതെന്നൊന്നും നമുക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. ഇത് മാറി വരികയാണ്. ഓരോരുത്തരും അത്രയും ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന തെയ്യത്തെ സ്നേഹിക്കുന്ന കോലധാരികൾ അന്നന്ന് മാറ്റങ്ങളിലേക്കന്നു എങ്ങനെയുണ്ട് തെയ്യത്തിനെ ഒന്നുകൂടി നന്നാക്കുക, നമ്മുടെ ദൈവത്തിന് എന്തൊക്കെയാണ് കുറവ്, എന്തൊക്കെയാണ് കൂടുതൽ വേണ്ടത്, അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ വടക്കൻ കേരളത്തിലെ മനോഹരമായിട്ടുള്ള തെയ്യങ്ങൾ. അതൊക്കെ ഓരോ കൊല്ലങ്ങൾ ഉണ്ടാക്കിയ പുരോഗതി. അല്ല, അത് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ണൂർ ഭാഗത്ത് നമുക്ക് തീർച്ചയായിട്ടും അറിയപ്പെടാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തെയ്യത്തിന് പ്രത്യേക ഒരു കാഴ്ചഭംഗി കൂടുതലാണ്. തീർച്ചയായിട്ടും. വളരെ ആ ഒരു കാഴ്ചഭംഗി മാത്രമല്ല, അതിലൂടെ അവർ പുറത്തെടുക്കുന്ന പല രൗദ്രഭാവമാണെങ്കിൽ രൗദ്രങ്ങൾ, അല്ലെങ്കിൽ സ്നേഹനിധിയായ ഭഗവതി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ
ഒരു പറ്റം സമുദായങ്ങൾക്ക് മാത്രമാണ് ഇത് കെട്ടിയാടാനുള്ളൊരു ഇതുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും. എൻ്റെ അറിവിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് തറവാട്ട് അല്ലെങ്കിൽ 3 സമുദായക്കാരാണ്. ഒന്ന് പെരുമലയൻ, ഇതേമാതിരി പെരുവണ്ണാൻ, അതേമാതിരി മുന്നൂറ്റന്മാർ. ഇത്രയാണ് എൻ്റെ അറിവിലുള്ളത്. അതിൽ അപ്പുറത്തേക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലുണ്ടാകുന്ന ക്ഷേത്രങ്ങളിൽ അവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ചെയ്തു പോരുന്നതാണെന്ന് എൻ്റെ ഒരു ഇത്. അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, കെട്ടിയാടാൻ അവകാശം കൊടുത്തത് ഏകദേശം ഒരു 5 സമുദായക്കാരുണ്ട്. അതെ. അത് നമ്മുടെ വടക്കൻ മലബാർ തൊട്ട് ഇങ്ങോട്ട് വരെ ഉണ്ട്. അതിൽ പിന്നെ ഈ കോപ്പാള സമുദായം എന്ന് പറയുന്ന സമുദായം ഒന്നും നമുക്ക് ഇങ്ങോട്ടില്ല. പിന്നെ ഒന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് ഇപ്പോൾ പെരുവണ്ണന്മാരുണ്ട്, പെരുമലയന്മാരുണ്ട്, അതുപോലെ തന്നെ മുന്നൂറ്റന്മാരുണ്ട്. നിങ്ങൾ പറഞ്ഞത് നമ്മുടെ നാട് ആയിട്ട് ബന്ധപ്പെടുമ്പം ആ 3 പേര്. പിന്നെ പുലയ സമുദായവും കെട്ടിയാടാറുണ്ട്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് കാസർഗോഡ് നീലേശ്വരം ഭാഗത്ത് ഒരു കോപ്പാള സമുദായമുണ്ട്, അവര് കെട്ടിയാട്ടക്കാരാണ്. അങ്ങനെയുള്ള ഏകദേശം ഒരു 5 വിഭാഗങ്ങളുണ്ട് തെയ്യം കെട്ടിയാടാൻ അവർക്ക് അവകാശം കൊടുത്താണ്. ഇതിപ്പോൾ ഓരോ ക്ഷേത്രങ്ങളൊരു ഉത്സവം വരുന്ന സമയത്ത് മാത്രമാണ് താങ്കൾക്ക് ഇതേമാതിരിയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും ഇങ്ങനെയുള്ള ഒരു ജോലി തന്നെ വേണമെങ്കിൽ ഇതിന് പറയാം, എത്തിപ്പെടാൻ പറ്റുന്നത്. ബാക്കിയുള്ള ഈ മഴ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? അല്ലെങ്കിൽ അടുത്ത സീസണിലേക്കുള്ള തെയ്യങ്ങളെ എങ്ങനെയെങ്കിലും നമ്മുടെ കോപ്പുകൾ എന്ന് പറയും, കേട്ടിട്ടുണ്ട് കോപ്പുകൾ എന്ന് പറയുന്നത്, ആ കോപ്പുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ കംപ്ലീറ്റ് നിവർത്തിക്കുന്നത്? അല്ലെങ്കിൽ വേറെന്തെങ്കിലും? താങ്കളൊരു ഗായകനാന്നുള്ള അസലായിട്ട് അറിയാം. എൻ്റെ അപ്പുറം കുറേ നല്ലോണം താങ്കൾ സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ള എല്ലാ മൊത്തത്തിലുള്ള കലാകാരൻ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിലേക്ക് പിന്നേക്ക് മാറിപ്പോവുകയാണ്. കാരണം ഈ കല കൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ താങ്കളെ പോലുള്ള ഇത്രയും ബഹുമുഖപ്രതിമയായ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇടമുതൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് താങ്കളുടെ അടുത്ത ഒരു സെറ്റപ്പിലേക്ക് താങ്കൾ വരാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ സാധാരണ തെയ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞാൽ മകരം, കുംഭം, മീനം, മേടം ഈ മാസങ്ങളിലാണ് തെയ്യങ്ങൾ നടക്കാറുള്ളത്. ആ സമയത്ത് ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റ വാക്കില്ലാത്തൊരു ജോലിയായിട്ട് പറഞ്ഞുകൂടാ. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ളൊരു ഡെഡിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അതെ അതെ. നമ്മൾ ഇത്ര എന്താ ഒരു കരാർ ഉണ്ടാക്കുക, ഇത്ര അങ്ങനെയുള്ള ഒരു ഇതല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പണം ഇതിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ കിട്ടാത്ത. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് നമുക്ക് അതിനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സീസണൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ ഒരുപാട് തെയ്യക്കാരുടെ കാര്യമൊക്കെ കഷ്ടമാണ്. പലരും ഈ തെയ്യം വിട്ട് ഇപ്പോൾ പണിക്ക് ഇറങ്ങുന്ന, നമുക്കറിയാം അടുത്ത കൊറോണ വന്ന സമയത്ത് വളരെ കോൺക്രീറ്റിന്റെ കഷ്ടപ്പാടുണ്ട്, കലാകാരന്മാർക്ക് ഡ്രൈവറായി പോകുന്നവരുണ്ട്. പിന്നെ അവരൊക്കെ വീണ്ടും എത്തിപ്പെടുന്നത് പിന്നെ അടുത്ത ഡിസംബറിലാണ് പിന്നെ വീണ്ടും വരുന്നത്. കാരണം കുടുംബം നോക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ തെയ്യം കൊണ്ടൊന്നും ഒരു കുടുംബം നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോവില്ല. ഒരു സീസണാണ്, ആ സീസണിൽ കിട്ടുന്ന ഒരു വരുമാനം, അതിലൊന്നും നമുക്ക് സ്വരൂപിച്ച് വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. ശരിയാണ്. നമ്മുടെ ചെലവും കൂടും, നമ്മുടെ ചെലവുകളും അന്നേരം കൂടും. ചെലവില്ല, നമുക്ക് പണം ഇല്ലാത്തരം നമ്മൾ ചെലവ് ചുരുക്കും. പണം വരുമ്പോൾ നമ്മൾ ചെലവ്, ഇപ്പം നമ്മൾ ഇന്ന് ചായക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പണം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഒരു അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും, നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്. അപ്പോൾ പണം ഇല്ലാത്തൊരവസ്ഥയും വരുന്നുണ്ട് തെയ്യക്കാർക്ക്. അപ്പോൾ തെയ്യക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുകയും, അല്ലാത്ത മഴ കാര്യങ്ങൾ ഭയങ്കര കഷ്ടതകളായിരുന്നു പണ്ടൊക്കെ. എന്നാലും ഇപ്പം അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാം, എന്തെങ്കിലും ജോലിക്ക് പോകാം, ജീവിക്കേണ്ടവർക്ക് ജീവിക്കാം. പക്ഷെ നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മറ്റൊരു ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടെ തിരിച്ചു വരാൻ പറ്റില്ല. അതെ, ഇത് എല്ലാ ജീവിത രീതിയിലുള്ള മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന സംഭവമാണ്. നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റോട് കൂടി ആ കാര്യങ്ങളിലേക്ക് ചെല്ലും. പക്ഷേ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യവർഗത്തിൻ്റെയും കാര്യം തന്നെയാണ്. പക്ഷെ താങ്കൾ ഇതിൽ നിന്നുകൊണ്ട് തന്നെ വളരെയധികം പ്രശസ്തിയായിട്ടുള്ള അവാർഡുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം അവാർഡുകളാണ് താങ്കൾക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്?
എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയത് തന്നെ നേരത്തെ ചോദിച്ചിരുന്നു ഏത് വയസ്സിലാണ് ഇറങ്ങിയത്. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിലാണ് ഈ ഫീൽഡിൽ തെയ്യം ഫീൽഡിലേക്ക് വന്നത്. 14-ാമത്തെ വയസ്സിൽ. അതിനു മുമ്പേ അണിയറയിൽ പോലുണ്ടെങ്കിലും കെട്ടിയാട്ടം തലപ്പാളി വെക്കുന്നത് പുത്തൻമുടി വെക്കുന്നത് 14-ാമത്തെ വയസ്സിലാണ്. ഇവിടെ അടുത്തുള്ള വാഴയക്കണ്ടി നാഗകാളി ക്ഷേത്രത്തിൽ നാഗത്തിൻ്റെ മക്കളായിട്ടുള്ള അതിന് തലപ്പാലി തലപ്പാളി വെക്കൽ എന്ന് പറയുക. അതിന് പുത്തൻമുടിയാണ്. പുത്തൻമുടി വെക്കുക. ആ പുത്തൻമുടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആഴാവിൽ കരിയാത്ത ക്ഷേത്രമുണ്ട്. അവിടെ ഒരു കരുമകൻ്റെ വെള്ളാട്ടുകൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുത്തൻമുടി പൂർത്തിയാവുന്നുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 20-21 വർഷത്തെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ സമുദായത്തിന്റെ ആചാരമാണ്? ഞങ്ങളുടെ സമുദായത്തിന്റെ, നമ്മുടെ പെരുവണ്ണന്മാരുടെ സമുദായത്തിന്റെ എന്ന് വെച്ചാൽ ഈ വെളിയണ്ണൂർ ദേശത്ത്. അതെ, ഞാൻ പറഞ്ഞാൽ ഒരുപാട് ദേശങ്ങളുണ്ട്. വെളിയണ്ണൂർ ദേശത്ത് നമ്മുടെ പെരുവണ്ണാന്മാർ കെട്ടിയാടേണ്ട പുത്തൻമുടി വെക്കേണ്ട തെയ്യമാണ് വാഴയക്കണ്ടി അമ്പലത്തിലെ നാഗത്തിന്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നാഗത്തിന്റെ മക്കളായിട്ട് കെട്ടിയാടണം. അത് കഴിഞ്ഞിട്ട് കരുമകന്റെ വെള്ളാട്ട് കെട്ടിയിട്ടാണ് പൂർണ്ണതയിലാവുന്നുള്ളൂ. അത് കഴിഞ്ഞാലാണ് പുത്തൻമുടി പൂർത്തിയാവുന്നത്. അപ്പോൾ ഞാനൊരു 21 വർഷം അല്ലെങ്കിൽ 22 വർഷത്തിലേറെയായി ഈ ഒരു ഫീൽഡിൽ. ഒരുപാട് തെയ്യങ്ങൾ കെട്ടി ആഗ്രഹിച്ചു. എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇന്ന തെയ്യം എനിക്കൊന്ന് കെട്ടണം, അതെനിക്കൊന്ന് കെട്ടണം. അത് ദൈവം സഹായിച്ച് ഞാൻ വിചാരിക്കാതെ തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ഇതുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ കെട്ടുന്ന അഴിമുറിത്തറ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ വല്യച്ഛൻ്റെ കൈയും പിടിച്ച് കാണാൻ പോയ തെയ്യാണ്. അത്യാവശ്യം ഒരു എവിടെയില്ലാത്തൊരു തെയ്യം. ഇന്നത് കെട്ടാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. 3 വർഷമായി ഞാനത് കെട്ടിയത്. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ദൈവത്തെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആഗ്രഹം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ അവസരവും കിട്ടിയെന്ന് വരില്ല. തെയ്യത്തിന്റെ കോലം മാത്രം പോരാ, ശാരീരികമായിട്ടുള്ള ഒരു കാര്യങ്ങളും വേണം. അങ്ങനെയുള്ള കുറച്ച് തെയ്യങ്ങളൊക്കെ ഒരുപാട് കെട്ടിയിട്ടുണ്ട്. താങ്കൾക്ക് ഇതിനകം കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടിലൊരു തെയ്യം കലാകാരന് അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഗാനമേളകളിലൊക്കെ വളരെയധികം ഒരു ഹിന്ദി ആയാലും ശരി, മലയാളം, തമിഴ്, അങ്ങനെയുള്ള പോലുള്ള എല്ലാ ഭാഷകളിലും തിളങ്ങുന്ന ഒരു ഗായകൻ കൂടിയാണ് താങ്കൾ. അതുപോലെ തന്നെ എനിക്കൊരു ചെറിയൊരു അറിവ് കിട്ടാൻ പറ്റിയിട്ടുണ്ട്. താങ്കളൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആളും കൂടിയാണെന്ന് മനസ്സിലായി. അതിപ്പോൾ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയും കെട്ടിയാട്ടങ്ങൾ, ഈ അഴിമുഖത്തറ എന്നൊക്കെ പറയുന്ന ആ കെട്ടിയാട്ടങ്ങൾക്ക് കൂടുതൽ ശാരീരികമായ ശക്തി ഉണ്ടാകാൻ കാരണം. അപ്പോൾ താങ്കൾക്ക് ഇതുവരെ കിട്ടിയ ഫെലോഷിപ്പ്, അവാർഡുകളെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു മേഖലയിൽ കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 വർഷം മുന്നേ ഞാൻ കെട്ടിയാടുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് പട്ടും വളയും കിട്ടിയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ നല്ലൊരു അംഗീകാരം. എൻ്റെ പേരിൻ്റെ കൂടെ പെരുവണ്ണാൻ എന്നുള്ളൊരു പേര് വരാൻ കാരണം ആ പട്ടും വളയാണ്. അതെനിക്ക് പട്ടും വളയും തന്നത് ഉരള്ളൂരുള്ള നടുവിലക്കണ്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന്, ഊട്ടേരിയുള്ള ക്ഷേത്രത്തിൽ നിന്നാണ് പട്ടും വളയും ആചാരപ്പേരും നൽകിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ 1-2 അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു ഫെലോഷിപ്പ്. അതിൽ നാടൻ കലയാണ് മെയിനായിട്ട്. എല്ലാ കലകളും, നാടൻ കല മാത്രമല്ല കേരളത്തിലെ എല്ലാ കലകൾക്കും അതിനൊരു ഇൻസ്ട്രക്ടറായിട്ട് ഒരു ഫെലോഷിപ്പ് ഏകദേശം 1 വർഷത്തോളം നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഫെലോഷിപ്പ് കൊണ്ട് അർത്ഥമാക്കിയത് സാംസ്കാരിക വകുപ്പ്. അതിൽ എനിക്ക് 1 വർഷം അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2022 ഫോക്ലോർ അക്കാദമിയുടെ, സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭ പുരസ്കാരം, തെയ്യം കലാകാരന്മാർക്കുള്ള യുവ പ്രതിഭ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി ക്ഷേത്രത്തിൽ നിന്ന്, പിന്നെ അതുകൂടാതെ ഈ തെയ്യം കലാകാരൻ എന്ന നിലയ്ക്കും സർക്കാരിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കൊറോണ കാലത്ത് കലാകാരന്മാരായിട്ടുള്ള എല്ലാവരും ഒരു പണിയും ഒരു പരിപാടിയും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അവർക്കൊക്കെ ഒരു നിശ്ചിത ഫണ്ട് ആ കലാകാരന്മാർക്ക്, അവരുടെ കുടുംബത്തിന് അത് ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം കൊറോണ കാലത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ നീങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങായിരുന്നത് അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് തെയ്യക്കാർക്കും അതുപോലെ എല്ലാ കലാകാരന്മാർക്കും ഒരു കൈത്താങ് എന്നോണം അത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ നല്ലൊരു കാര്യമാണ്.
നമ്മളൊക്കെ ശ്രദ്ധിക്കലുണ്ട്, സർക്കാർ ശ്രദ്ധിക്കാറുണ്ട്, സാംസ്കാരിക വകുപ്പ് ശ്രദ്ധിക്കാറുണ്ട്, ഫോക്ലോർ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കലാകാരന്മാർക്ക് വേണ്ടി ഇപ്പോഴും സർക്കാർ ഒരുക്കുന്നുണ്ട്. അതിന് ഒരു പ്രത്യേക നന്ദി സർക്കാരിനോട് അറിയിക്കുക. ഓക്കെ. താങ്കളുടെ തെയ്യങ്ങൾ ഞാൻ വളരെയധികം കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് കണ്ടാകർണൻ, അതുപോലുള്ള തീക്കുട്ടിച്ചാത്തൻ, പൂക്കുട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് താങ്കളുടെ ഭഗവതിത്തറ തന്നെയാണ്. ആ ഭഗവതിത്തറ, ആ മുല്ലപ്പൂ മാലയൊക്കെ ഇട്ട് വരുന്നത് ആ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരിതാണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് കെട്ടിയാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ഏതാണ്? കണ്ടാകർണൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തരംതിരിച്ച് പറയാൻ നമുക്ക് ആവില്ല, എല്ലാം ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. എന്നാലും കൂടുതലും കുറച്ചുകൂടി റിസ്കിലേക്കാണ് ഞാൻ അധികവും തെയ്യത്തിൽ വന്നത്. അതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ താങ്കളുടെ മുഖസൗന്ദര്യം. കണ്ടാകർണനിൽ മുഖസൗന്ദര്യം കാണാൻ പറ്റില്ല. താങ്കളുടെ മുഖസൗന്ദര്യം ശരിക്കും കാണുന്നത് ഭഗവതിത്തറയിലാണ്. അതിൽ കറക്റ്റായിട്ട് അതിൻ്റെതായ ആ രൂപം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പിട്ട് തൊഴുതു പോകും. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം താങ്കളുടെ ഒരു ഭഗവതിയുടെ തറയുടെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്തിട്ട്. അത്രയും എന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നത്. അത് നമ്മുടെ പൂക്കാടുള്ള ചുവയേക്കാട്ട് എടുത്ത് ഞാൻ തന്നെ എടുത്ത എൻ്റെ മൊബൈലിൽ എടുത്ത ഫോട്ടോ ആണ്. അത് ഇപ്പോഴും നമ്മളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് ആ ചുവയേക്കാട്ട് തറവാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് താങ്കളുടെ ഏതാണ് കൂടുതൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വേഷം, അത് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. വേഷം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ അറിയപ്പെട്ടത് ഭഗവതിയിലാണെങ്കിലും ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു തീക്കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടിയിട്ടുണ്ട്. തീക്കുട്ടിച്ചാത്തൻ ഞാൻ പറഞ്ഞു ഒരു നിയോഗം പോലെ എൻ്റെ അടുത്ത് എത്തിയൊരു തെയ്യാണ് തീക്കുട്ടിച്ചാത്തൻ. ആ തീക്കുട്ടിച്ചാത്തൻ എൻ്റെ അടുത്ത് ഇവിടെ കിടാരത്തിൽ അമ്പലത്തിൽ ഇവിടെ അടുത്ത് കണയങ്കോട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വീണ്ടും അത് ഒന്നുകൂടി റിസർച്ച് ചെയ്ത് നോക്കി. നമുക്ക് ഈ തെയ്യം ഇത് പോരാ, ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കണം, എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ചടങ്ങുകൾ മാറാതെ. അപ്പോൾ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഞാൻ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ ചടങ്ങുകൾ അത്ര മാറാതെ കണ്ട് പീഠം കയറലും പീഠത്തിൽ നിന്ന് വാമൊഴി വിളിച്ചറിയിക്കൽ അതൊന്നും ഇല്ലായിരുന്നു. ആ വിളിച്ചറിയിക്കലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പോൾ ഫേമസ് ആണ്. അതിനുശേഷമാണ് ഈ ഒരു തെയ്യം ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട് എന്ന് പുറം ലോകം അറിയുന്നത്. ഇപ്പോൾ പല ഭാഗത്തുനിന്നും ഈ ഒരു തെയ്യം കാണാൻ അവിടെ എത്തലുണ്ട്. ആ സമയം പുലർച്ചെ 3 മണിക്ക് പല ക്യാമറാമാൻ അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് എല്ലാവരും എത്തിപ്പെടുന്നുണ്ട്. ആ ഒരു തെയ്യം എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു തെയ്യമാണ്. കാരണം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണത്. അതിൻ്റെ എന്തായാലും അതിൻ്റെ ചടങ്ങും അതൊക്കെ. അതിന് മുന്നേ തീക്കുട്ടിയൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് തീക്കുട്ടി ഉണ്ട്. ഇവിടെ പൂക്കാട് ഭാഗത്ത് അരക്കിലടത്ത് അവിടെയൊക്കെ തീക്കുട്ടി ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു തീക്കുട്ടി. പക്ഷെ അന്നൊന്നും തീക്കുട്ടിക്ക് വലിയൊരു പേരോ കാര്യങ്ങളോ ഇല്ല. ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ്, നമ്മുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ വരികയും അതുപോലെ തന്നെ ഇങ്ങനൊരു തെയ്യം വളരെ ഫേമസ് ആകുകയും ഇപ്പോൾ 1-2 സ്ഥലത്ത് കൂടുതൽ സ്ഥലത്തേക്ക് ആ തീക്കുട്ടി കെട്ടിയാടാനുള്ളൊരു ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ കൂടുതൽ കഴകത്തേക്ക് അത് കെട്ടിയാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ടാകരണനെ നമ്മൾ 1-2 സ്ഥലത്ത് മാത്രമേ കെട്ടിയാടാറുള്ളൂ. കണ്ടാകരണനും അതുപോലെ തന്നെയുള്ളൊരു റിസ്കി ആയിട്ടുള്ളൊരു തെയ്യാണ്. അഗ്നിയാണ് മെയിനായിട്ട് വേണ്ടത്. കൂടുതലും കോലം കെട്ടിയാടുക എന്നുള്ളത് ഒരു നല്ല സംഭവം. അതിലുപരി നമുക്ക് ആ താളബോധം വേണം. തീർച്ചയായിട്ടും ആ താളബോധം എന്ന് പറഞ്ഞാൽ ചെണ്ട പോലുള്ള വാദ്യത്തിനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് തെയ്യത്തിന് ഏത് താളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ തെയ്യത്തിനും ഓരോ താളങ്ങളാണ്. അത് എത്ര തെയ്യങ്ങളുണ്ടോ എല്ലാ തെയ്യത്തിനും ഓരോ താളം, ഓരോ തോറ്റങ്ങൾ. അത് വ്യത്യസ്തമാണ്. മുഖത്തെഴുത്ത് വ്യത്യസ്തമാണ്. അത് നിർബന്ധമാണ്. അത് ഒറ്റ നോട്ടത്തിൽ ഒരു ഭക്തന് മനസ്സിലാണോ അത് ഇന്ന തെയ്യാന്ന്. ആ തെയ്യത്തിൽ എന്തൊക്കെ എഴുത്ത്, എന്തൊക്കെ ചമയങ്ങൾ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദൂരെ നിന്ന് പറയാം അത് ഇന്ന തെയ്യാന്ന്. അതിലെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതൊക്കെ അത് പറയാൻ പറ്റില്ല. ക്ഷേത്രങ്ങളിൽ ഇത്രയും നല്ല കെട്ടിയാടക്കാരനായ താങ്കൾ ഒരു നല്ലൊരു പാട്ടുകാരനും കൂടി നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു 2 വരി പാട്ട് താങ്കളുടെ വക ഏതെങ്കിലും, പഴയതായാലും ശരി പുതിയതായാലും ശരി, 2 വരി ഗാനം ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാം. ഏതാ ശ്രീശേട്ടാ നമ്മൾ പാട്? ഏത് വേണേ പാടാം.
ഒരു ചെറിയൊരു മലയാളം പാട്ട്. ഓ മതി മതി. മറന്നുവോ പൂമകളേ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, മറന്നുവോ പൂമകളേ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ, മറന്നുവോ പൂമകളേ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ ഈ കൂട്ടിൻ്റെ ഇന്നത്തെ അതിഥിയെത്തിയിരുന്ന നമ്മുടെ നിതീഷ് പെരുവണ്ണാനാണ്. കൂട്ടിൻ്റെ എല്ലാവരുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇതുവരെ നമ്മോട് സഹകരിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ നിതീഷ് പെരുവണ്ണാനെ കൂട്ടിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം കൂട്ടിലെ മറ്റു പ്രതിഭകളും അവരുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.